31 സങ്കീർത്തനത്തോടെ ധ്യാനം തുടങ്ങുകയാണ്. 31 സങ്കീർത്തനം 19 വാക്യം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വായിച്ചു കേൾക്കാം. ദാവീദാണ് ഈ സങ്കീർത്തനം ചമച്ചത്. ദാവീദിന്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ധ്യാനം തുടങ്ങാം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയും നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകും. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ചു ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. നീ ഒരു ഭക്തനായി ഇരുന്നാൽ നിനക്ക് വേണ്ട എല്ലാ പരിഗണനയും ദൈവത്തിൽ നിന്ന് കിട്ടും. വെള്ളയുടുപ്പിട്ടവരെല്ലാം ഭക്തനാന്നൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആരാണ് ഭക്തനെന്ന് ബൈബിളിലുണ്ട്. അത് ഇപ്പൊ തൊടത്തില്ല. സ്തോത്രം. ഭക്തന് നടക്കുന്ന ഒന്നാമത്തെ വിടുതലിനെ ഒന്ന് തൊടാൻ പോവാ. എന്തുവാണ് ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്? സ്തോത്രം. സദൃശ വാക്യത്തിലെ ഒരു വാക്യം ശ്രദ്ധിക്കണം. സ്തോത്രം. 10 അധ്യായം 27 വാക്യം. ദൈവത്തിന് സ്തോത്രം. 10 അധ്യായം 27 വാക്യം. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. സ്തോത്രം. അപ്പം ഭക്തന്മാർക്ക് ബൈബിള് പഠിപ്പിക്കുന്നേ ദീർഘായുസ് ഉണ്ടെന്ന. സ്തോത്രം. ഇന്നെന്തോ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ബോധ്യം തരിക. ചിലരുടെ ആയുസ്സിന്റെ മേൽ വരെ ഇന്ന് വിടുതലുകൾ വ്യാപരിക്കും. ആയുസ്സിന് സമയത്തിന് മുമ്പ് ഒടുക്കിക്കളയുവാൻ ദുഷ്ടനിടുന്ന നിഗൂഢ പദ്ധതികൾ ഇന്നത്തെ ആരാധന പൊട്ടാൻ പോവുക. ഭക്തന് ദീർഘായുസ് ഉണ്ടാവും. അത് അടുത്തിരിക്കുന്ന ഒന്ന് കൈ നോക്കി വെച്ച് പറ, ആയുഷിന്റെ മേൽ ഒരു വിടുതലുണ്ടെന്ന് പറ. സ്തോത്രം. സ്തോത്രം. ആരോടൊക്കെ ചിന്തിക്കാത്ത തലത്തിൽ പോരാടുന്ന പോരാട്ടങ്ങളെ ദൈവാത്മാവ് ദർശിക്കുക. യഹോവ ഭക്തന് ആയുസ് ദീർഘമാക്കുന്നു എന്നാ ബൈബിളിൽ. ഒരു വാക്യം കൂടെ വായിക്കുമ്പം അവിടുന്ന് ദൂത് തിരിയാൻ പോകുന്നത്. 14 അധ്യായം എടുക്കാം. സദൃശ വാക്യം 27 വാക്യം. സ്തോത്രം. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകും. സ്തോത്രം. എനിക്ക് ദൈവം തരുന്ന ഒരു ദൂത്, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചിലതൊക്കെ ഒഴിഞ്ഞു പോകും. നിന്റെ ആയുസ്സിനോട് പോരാടുന്ന ചില ദുഷ്ടശക്തികൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ഒഴിഞ്ഞു പോകാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാത്ത രോഗങ്ങൾ ശരീരത്ത് കടത്തിവിട്ട്, അറിയാത്ത ബാധ ശരീരത്ത് കടത്തിവിട്ട് നിന്റെ കുടുംബത്തിനകത്ത് വെച്ച മരണത്തിന്റെ കെണികൾ ഇന്നത്തെ ആരാധനയിൽ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച. ദൈവത്തിന് സ്തോത്രം. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കുമെന്ന് ഒരു ഭാഗത്ത് ദൈവം പറയുമ്പം നിന്റെ ആയുസ്സിനെ ഒടുക്കിക്കളയുവാൻ ശത്രു വിട്ടിരിക്കുന്ന കെണികൾ ഇന്ന് ഒഴിഞ്ഞു പോകുക. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലത് ഒഴിഞ്ഞു പോകുന്ന കാഴ്ച. 2 ദൂത് ഇവിടെ പറയാനുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ ദൂത് കേട്ടോ, യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. ആര്? ഭക്തൻ ഒഴിഞ്ഞു. ഒരാമി വരുന്നില്ല. ചിലര് കണി വെച്ചിട്ടുണ്ട്, ചില ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാ പറയുക, അവര് കണി വെച്ചോട്ടെ, കുരുക്ക് വെച്ചോട്ടെ, നീ ഒഴിഞ്ഞു പോവും. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചില വെല്ലുവിളിക്ക് നിന്നോട് അടുക്കാൻ പറ്റുകയില്ല. ചില പോരാട്ടങ്ങൾക്ക് നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണ്? സ്തോത്രം. നീ ഒരു ഭക്തനായിരിക്കുന്ന കാലത്തോളം ഇച്ചിരി കൂടെ നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ദൈവഭക്തൻ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 7 അധ്യായം 18 വാക്യത്തിന്റെ ഒടുവില ദൈവഭക്തൻ
ഇവയെല്ലാം ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഒരു നല്ല ആമീൻ പറയണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ജീസസ് വരുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് ചിലരൊക്കെ ഒഴിഞ്ഞു പോരാൻ പോവാ. ബൈബിളിൽ ഓർക്കണം, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എനിക്കെന്തോ പരിശുദ്ധാത്മ, നിങ്ങൾക്കറിയോ, ഈ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ചിലർ വിടുവിക്കപ്പെടുന്നത്. മിനിറ്റുകളുടെ വ്യത്യാസം. ഞാൻ ഒരിക്കൽ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ UAE നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ സിസ്റ്ററുടെ കുഞ്ഞിൻ്റെ വിവാഹമാണ്, സ്തോത്രം, പെട്ടെന്ന് ഫിക്സായ, ഞാൻ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കുക. ഭയങ്കര ഫെയറാ ടിക്കറ്റിന്. 1 സൈഡ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ഫുള്ളായിട്ട് ഫസ്റ്റ് ക്ലാസ് ആയി എടുത്തേ. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മകളിൽ 1 സൈഡ് ടിക്കറ്റിനായി, സ്തോത്രം, ഫ്ലൈറ്റ് ഫുള്ളാണ്. ടിക്കറ്റ് എടുത്ത് വീട്ടിൽ വന്നപ്പോൾ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് അവനോട് സംസാരിച്ചു. ഞാനും അവനോട് പറഞ്ഞു, മോനെ, എന്തോ ഒരു അസ്വസ്ഥത നിനക്കുണ്ട്, സ്തോത്രം. പക്ഷെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തട്ടെ, പക്ഷെ 1.5 ലക്ഷം റീഫണ്ട് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, കളഞ്ഞു പോട്ടെ. പക്ഷെ എനിക്ക് യാത്ര ചെയ്യാമോ? പിന്നെ യാത്ര ചെയ്യാം, എന്ന് യാത്ര ചെയ്യാം, അന്ന് തന്നെ യാത്ര ചെയ്യാം, സ്തോത്രം. വേറെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ ടിക്കറ്റ് എടുത്ത ഫ്ലൈറ്റാണ് തമിഴ്നാട്ടിൽ വന്ന് റൺവേ എന്ന് വെളിയിൽ പോയി 2ആയിട്ട് ഒടിഞ്ഞു പോയ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ അവൻ കണ്ടതാ. പക്ഷെ അവൻ ദൈവഭക്തനായോണ്ട് ദൈവം അവൻ അറിയിപ്പ് കൊടുത്തു ഒഴിഞ്ഞു പോകുന്നത്. എനിക്ക് തരാനുള്ള ദൂത്, സംഭവിക്കേണ്ട പലതും നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിൻ്റെ രഹസ്യം